ആയിട്ടുള്ള ഒരു ക്യാമ്പയിന്റെ വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് വളരെ മോശമായ രീതിയിൽ ഒരു വ്യക്തി കമന്റ് ഇടുകയും ആദ്യമൊക്കെ ഞാൻ കമന്റ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. പിന്നീട് ഞാൻ അത് പിൻ ചെയ്ത് വെച്ചു. വീണ്ടും മോശമായ ഒരു കമന്റ് ഇട്ടപ്പോൾ ഞാൻ അത് സ്ക്രീൻഷോട്ട് എടുത്ത് ആളുടെ ID ഉൾപ്പെടെ വേറൊരു റീൽസ് ആയിട്ട് ഷെയർ ചെയ്തു. ഈ ഷെയറിന് നല്ല സ്വീകാര്യത ലഭിച്ചു. കുറെ പേര് കാണുകയും കുറെ പേര് ആളുകളിലേക്ക് എത്തിക്കുകയും ചെയ്തു. അപ്പൊ എന്റെ വിഷയം ഇതൊന്നുമല്ല. ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ മുതൽ എനിക്ക് നിർത്താതെ ഫോൺ കോളും മെസ്സേജുകളുമാണ്. ഏതാണ് കുറെ പേര് ചോദിക്കുന്നത്, ചേച്ചിക്ക് അക്കൗണ്ട് റീച്ച് കിട്ടാൻ വേണ്ടി ചേച്ചി തന്നെ ഏതെങ്കിലും ഫേക്ക് ID ഉണ്ടാക്കി ഇട്ടതാണോ? ഇതൊക്കെയാണ് ചോദ്യം. അല്ലെങ്കിൽ പണ്ടേ ഇങ്ങനെയാണ്, വാദി പ്രതിയാവും. അതായത് പ്രതികളുടെ പേര് കടുകുമണിയിൽ വാദികളുടെ പേര് വലിയ തലക്കെട്ടോടു കൂടിയാണ് എഴുതി എവിടെയും ഞാൻ കണ്ടിട്ടുള്ളൂ, എന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് കേട്ടോ. ഇപ്പൊ ആള് ഓൾമോസ്റ്റ് ഏകദേശം പിടിച്ചു എന്നാണ്, ഐഡന്റിഫൈ ചെയ്തു എന്നാണ് പറയുന്നത്. വയനാട് ജില്ലക്കാരൻ തന്നെയാണ്. പക്ഷെ അയാൾ പറയുന്നത് അയാളുടെ ID വേറെ ആരും എടുത്ത് സെൻഡ് ചെയ്തത്. എങ്ങനെയാണെങ്കിലും നമ്മുടെ സോഷ്യൽ മീഡിയ പേജുകൾ നമ്മൾ തന്നെ ഹാൻഡിൽ ചെയ്യുക. അത് വേറൊരാൾക്കായിട്ട് പാസ്വേഡ് ഒന്നും കൊടുക്കേണ്ട ആവശ്യം. അങ്ങനെ കൊടുത്തിട്ട് എന്തെങ്കിലും അനിഷ്ടകരമായ കാര്യം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ്. എന്തായാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രതികരിക്കുന്നവന്റെ നെഞ്ചത്തോട്ട് കയറരുത് കേട്ടോ. വളരെ കഷ്ടം കേട്ടോ. ഇത് കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി ഒരു പോസ്റ്റ് ഇട്ടതാണ്. അതായത് ചാരിറ്റി പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സംഘടന, ആ സംഘടനയിൽ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഈ ഒരു പെൺകുട്ടി ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ജനങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് എന്തെങ്കിലും സഹായങ്ങൾ ഇനിയും വേണം, അത് നൽകാൻ കഴിയുമെങ്കിൽ കൊടുക്കുക എന്നുള്ളത്. അതിനടിയിൽ കുറെ ആളുകൾ കമന്റ് ഉണ്ട്, നല്ല കമന്റുകൾ ഇഷ്ടം പോലെ ഉണ്ട്, നെഗറ്റീവ് വളരെ കുറവാണ്. പക്ഷെ അതിൽ ഉയർന്നു നിന്ന ഒരു കമന്റ് ഉണ്ട്. ആ കമന്റ് ഒന്ന് ഞാൻ വായിച്ചു തരാം. ഇതിൽ പെണ്ണുങ്ങൾ മാത്രം എന്റെ കൂടെ താമസിക്കാം, സൗകര്യം ഞാൻ ഉണ്ടാക്കി തരാം, എന്നോട് സഹകരിക്കുകയും വേണം, കിടന്നു തരേണ്ടി വരും എനിക്ക്. റിജോ പോൾ 999 എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ നിന്നാണ് ഈ ഒരു ഇത് വന്നത്. നിങ്ങൾ ഫോട്ടോ കാണുന്നുണ്ടോ? ഇന്ന ആളുടെ പേരിലാണ് ഈ ഒരു വീഡിയോ വന്നത് എന്ന രീതി, അല്ലെ കമന്റ് വന്നത് എന്നുള്ളതാണ്. ആദ്യം ഒരു കമന്റ് ഇട്ടു, അത് ഇവർ റിമൂവ് ചെയ്തു, വൃത്തിയായിട്ട കമന്റ് തന്നെയായിരുന്നു. രണ്ടാമത് ഇട്ടു, മൂന്നാമത്തെ കമന്റിന് ഒന്നും നോക്കിയില്ല, സൈബർ സെല്ലില് കേസ് കൊടുത്തു, ആളെ പൊക്കി. ഈ ഒരു കാര്യം വെച്ചിട്ടാണ് ആളുകൾ ഇത്രയും ദിവസം, അല്ലെങ്കിൽ ഈ ഒരു സമയം കഴിഞ്ഞത്, ഈ ഒരു സംഭവം വന്നതിന് ശേഷം ഫുള്ളായിട്ട് അങ്ങോട്ട് ഷെയറിംഗ് ആയിരുന്നു. കൃത്യമായിട്ട് എന്താണ് സംഭവിച്ചത് എന്ന് അറിയാതെ തന്നെയാണ് ആളുകൾ ഇത് ഷെയർ ചെയ്തത്. അതായത് ഇപ്പോ ആരും മോശം കമന്റ് ഇട്ടാലും അവർക്ക് അപ്പപ്പ കിട്ടുന്ന ഒരു പ്രവണത കേരളത്തിലുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വയനാട്ടിനെ നമ്മൾ നെഞ്ചോട് ചേർത്ത് വെക്കുന്നത് കൊണ്ട് തന്നെയാണ്, അവിടെയുള്ള ജനതയെ നമ്മൾ നെഞ്ചോട് ചേർത്ത് വെക്കുന്നത് കൊണ്ട് തന്നെയാണ് മോശപ്പെട്ട കമന്റുകൾ ഇടുന്ന ആളുകൾക്ക് നല്ല പണി വരുന്നതും കിട്ടുന്നതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോ ഈ പറയുന്ന ആള് റിജോ പോൾ 999 എന്ന ID ഇങ്ങനെ ഒരു സാധനം ചെയ്തത്, ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിച്ചത് നിങ്ങൾക്ക് കേൾക്കണ്ടേ? അതൊന്ന് കാണാം, എന്നതിന് ശേഷം നമുക്ക് നോക്കാം. പ്രൊഫൈലിൽ നിന്ന് എനിക്ക് ഇട്ട വീഡിയോയ്ക്ക്, അതായത് ഇവിടുത്തെ ക്യാമ്പയിന്റെ ഭാഗമായി ഞാൻ ഇട്ട ഒരു വീഡിയോയ്ക്ക് അടിയിൽ വളരെ മോശപ്പെട്ട ഒരു കമന്റ് വന്നു. ഞാനത് 2-3 കമന്റ് വന്നു, ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. പിന്നെ ഞാൻ കമന്റ് എടുത്ത് സ്റ്റോറി ആക്കിയിട്ടു. അത് ആളുകൾ ഏറ്റുപിടിച്ച് ഒത്തിരി ആളുകളിലേക്ക് ഇപ്പൊ ഷെയർ ചെയ്ത്, കാരണം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കിടക്കുന്ന ആളുകളോട് അങ്ങനെ മോശമായി ബിഹേവ് ചെയ്യുന്നവര്, ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും തെറ്റായി തോന്നിയിട്ടുണ്ടോ? മാത്രമല്ല, ഞാൻ വളരെ പ്രധാനം. ഓക്കെ, ആ തൊട്ടടുത്ത് നിൽക്കുന്ന ആളാണ് റിജോ പോൾ. അയാളാണ് ഇങ്ങനെ ഒരു കമന്റ് ഇട്ടത് എന്നാണ് ആളുകളെല്ലാം ധരിച്ചിരുന്നത്. കൃത്യമായിട്ട് ഇദ്ദേഹത്തിന്റെ ഫോട്ടോ വെച്ചിട്ടുള്ള ഒരു പ്രൊഫൈലിൽ നിന്നാണ് ആ ഒരു കമന്റ് വന്നത്. വളരെ മോശപ്പെട്ട കമന്റാണ്. ആളോട് തന്നെയാണ് ചോദിക്കുന്നത്, ഞാൻ ചെയ്ത ഈ ഒരു കാര്യം, അതായത് സൈബർ സെല്ലിൽ പറയുന്നു, അതേപോലെ സ്റ്റോറി ആക്കി ഇട്ടു, ഇതിലെന്തെങ്കിലും തെറ്റുണ്ടോ വെച്ചപ്പോ ആള് പറഞ്ഞത് ഒരു തെറ്റുമില്ല എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ചിന്തിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ റിജോ പോൾ എന്ന് പറയുന്ന ആളുടെ ഫേക്ക് ID ആള് കമന്റ് ഇട്ടിട്ടുള്ളത്. ഓക്കെ, ആദ്യം കുറച്ച് സുഹൃത്തുക്കൾ ഇദ്ദേഹത്തെ വിളിച്ച് പറയുന്നുണ്ട്, നിങ്ങളുടെ ID നിന്ന് വൃത്തികേടുകളെല്ലാം കമന്റുകളായിട്ട് പോകുന്നുണ്ട്, എന്താ ശ്രദ്ധിക്കാത്തത് എന്നാണ് ചോദിക്കുന്നത്. ഇദ്ദേഹം ഇൻസ്റ്റാഗ്രാമും വല്ലപ്പോഴൊക്കെ ഉപയോഗിക്കുന്ന ഒരു മനുഷ്യനാണ്. ഒരു ദിവസം അയാളെ ഫേസ്ബുക്കിലെ വാട്സപ്പിലെയോ ഒക്കെ ഫോട്ടോ അടിച്ചു മാറ്റിയിട്ട് ആരോ ഒരു തന്തയില്ലാത്തവൻ ഉണ്ടാക്കിയ ഒരു ആ ID നിന്നും ഒരിക്കലും ഒരു മനുഷ്യൻ പറയാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഇത്തരം സന്ദർഭങ്ങളിൽ പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് റിജോ പോളിന്റെ ഫോട്ടോ ഉണ്ട്, റിജോ പോൾ എന്ന അക്കൗണ്ടും ആണ്. സ്വാഭാവികമായിട്ട് ജനങ്ങൾ എല്ലാവരും ചിന്തിക്കാറാ റിജോ പോൾ തന്നെയാണോന്ന്. അപ്പൊ റിജോ പോളിനെ എല്ലാവരും അങ്ങോട്ട് തേച്ചു. അപ്പൊ റിജോ പോൾ പറയുന്ന ഒരു കാര്യം ഉണ്ടോന്ന് കേൾക്കാം. ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയോടൊപ്പം വന്നത്, മറ്റൊന്നല്ല, ആളിവിടെ ദുരന്തം നടന്ന അന്ന് മുതലുള്ള രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. പക്ഷെ ബൈ മിസ്റ്റേക്ക് ആളുടെ പ്രൊഫൈലിൽ നിന്ന് എനിക്ക് ഇട്ട വീഡിയോയ്ക്ക്, അതായത് ഇവിടുത്തെ ക്യാമ്പയിന്റെ ഭാഗമായി ഞാൻ ഇട്ട ഒരു വീഡിയോയ്ക്ക് അടിയിൽ വളരെ മോശപ്പെട്ട ഒരു കമന്റ് വന്നു. ഞാനത് 2-3 കമന്റ് വന്നു, ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. പിന്നെ ഞാൻ കമന്റ് എടുത്ത് സ്റ്റോറി ആക്കിയിട്ടു. അത് ആളുകൾ ഏറ്റുപിടിച്ച് ഒത്തിരി ആളുകളിലേക്ക് ഇപ്പൊ ഷെയർ ചെയ്ത്, ആളിപ്പോ ശരിക്കും പറഞ്ഞാൽ ഒരു ഭയങ്കര നെഗറ്റീവിലാണ് നിൽക്കുന്നത്. മറ്റൊന്നില്ല, മോശപ്പെട്ട കാര്യങ്ങൾ ആളുകൾ ഒത്തിരി ഷെയർ ചെയ്യും, അതെടുത്ത് ഏറ്റുപിടിക്കാൻ ആളുകൾ കുറെ ഉണ്ടാവും. പക്ഷെ അത് ചെയ്ത വ്യക്തിയാണെങ്കിൽ ശരിക്കും നമുക്ക് എയറിൽ എടുക്കുക തന്നെ വേണമായിരുന്നു. പക്ഷെ ആളുടെ പ്രൊഫൈലിൽ കയറിയിട്ട് ഫേക്ക് ID ഉണ്ടാക്കി വേറൊരു മഹാൻ ചെയ്ത
ചെയ്യുന്ന പരിപാടിയാണിത്. ആക്ച്വലി എന്റെ ഭാഗത്തു നിന്നുണ്ടായ ആ ഒരു ഉദ്യമത്തിന് ഞാൻ സോറി പറയുന്നു. ചെയ്യുമായിരുന്നു, കാരണം എന്ന് വെച്ചാൽ എന്റെ മുമ്പിൽ വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നു. കാരണം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കിടക്കുന്ന ആളുകളോട് അങ്ങനെ മോശമായി ബിഹേവ് ചെയ്യുന്നവര് ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും തെറ്റായി തോന്നിയോ? ഇല്ല, തെറ്റായിട്ട് എനിക്ക് തോന്നില്ല. കാരണം മോശമായിട്ട് കമന്റ് ഇടുന്നവരുടെ വീഡിയോസ് ഫ്ലാഷ് ആക്കുന്നതിൽ യാതൊരു പ്രശ്നമില്ല. പക്ഷെ ഒറ്റൊരു ഇത് മാത്രമല്ല, ശരിയാണോ തെറ്റാണോ നോക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇപ്പൊ ഇത് ഷെയർ ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഈ വീഡിയോ ഷെയർ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പൊ ഞാൻ നോക്കുമ്പോൾ കഴിഞ്ഞ ദിവസം ബിഗ് ബോസിലുള്ള ഒരു ആള് ഇതേപോലെ വീഡിയോ ഷെയർ ചെയ്തിരുന്നു. അപ്പൊ എന്റെ ഫ്രണ്ട്സ് പറഞ്ഞു ഇത് തെറ്റാണ്, ഈ വീഡിയോ തെറ്റാണ്, ഇത് ഇട്ടത് ഫേക്ക് ആണ്. സൈബർ സെല്ലിൽ കൊണ്ട് കൊടുത്തിരുന്നു. ആ സൈബർ സെല്ലിൽ കൊടുത്ത കംപ്ലൈന്റ് ഉൾപ്പെടെയാണ് ആളിപ്പോ എല്ലാവർക്കും അയച്ചു കൊടുക്കുന്നത്. അതെ, സൈബർ സെല്ലിൽ കൊടുത്ത പരാതി ഉൾപ്പെടെയാണ്. അപ്പൊ ഈ ഷെയർ ചെയ്യുന്നവരെ ഡിലീറ്റ് ആക്കിയാൽ മാത്രം പോരാ, എന്റെ ഒരു അഭ്യർത്ഥനയാണ്. കാരണം ഈ ഡിലീറ്റ് ആക്കുന്നതിന്റെ കൂടെ പ്രചരിപ്പിച്ചത് എങ്ങനെയാണോ അതുപോലെ തന്നെ ഈ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം, അതായത് ആളല്ല അതിന് ഉത്തരവാദി എന്നുള്ളത്, ആള് നിരപരാധിയാണ് എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ എല്ലാവർക്കും മാക്സിമം ഷെയർ ചെയ്യണം. തീർച്ചയായിട്ടും ആ ഒരു കാര്യം തന്നെയാണ് നമ്മൾ എല്ലാവരും ചെയ്യേണ്ടത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹമല്ല, ഇദ്ദേഹത്തിന്റെ ID ആരോ അടിച്ചു മാറ്റിയിട്ട് അദ്ദേഹത്തിന് കൊടുത്ത 8ന്റെ പണിയാണ്. കൃത്യമായിട്ട് അദ്ദേഹം അവിടെയുള്ള എന്താ പറയാ ഈ ഇത്തരം ദുരന്ത നിവാരണ സ്ഥലങ്ങളിലെല്ലാം അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പൊ ദുരിതാശ്വാസ ക്യാമ്പിൽ കൃത്യമായി പണിയെടുക്കുന്ന ഒരു മനുഷ്യനാണ് റിജോ പോൾ എന്ന് പറയുന്ന ഈ യഥാർത്ഥ മനുഷ്യൻ. പക്ഷെ അദ്ദേഹത്തിനോട് വൈരാഗ്യമുള്ള ഏതോ ഒരു നായ എന്ന വാക്ക് ഉപയോഗിക്കാതെ അറിയാതെ വന്നു പോണ, ക്ഷമിക്കണേ, ആ ഒരു നികൃഷ്ട ജീവി ആരാണെന്ന് അറിയില്ല. ഈ ഒരു സമയത്ത് ഒരുപാട് ആളുകളുണ്ട് ഈ ഫേക്ക് ID ഉണ്ടാക്കി ഇത് ചെയ്യണമെങ്കിൽ അയാളുടെ ഒരു മനോഭാവം ആലോചിച്ച് നോക്കിയേ. സൈബർ സെല്ലിൽ കേസ് കൊടുത്തിട്ടുണ്ട്. അത് എങ്ങനെ കിട്ടുമെന്നൊന്നും അറിയില്ല. റിജോ പോളിന്റെ ഫോട്ടോസ് ഉപയോഗിച്ചുകൊണ്ട് ഒരു ഇൻസ്റ്റ ID ഉണ്ടാക്കുന്നു. എന്നിട്ട് ആ ID പ്രകാരം ആണ് ആളുകൾക്ക് പണി കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ തന്നെ ഇൻസ്റ്റഗ്രാം ഓപ്പൺ ചെയ്യാനും കഴിയുന്നില്ല. കാരണം അത് ഹാക്ക് ചെയ്തുകൊണ്ടാണ് ഇമാതിരി ഉളത്തരം ചെയ്തിട്ടുള്ളത്. എന്റെ ഫേസ്ബുക്കിലുണ്ടായ സെയിം അവസ്ഥ. ഹാക്ക് ചെയ്യപ്പെട്ടു, അതിനുശേഷം ഡിസബിൾ ചെയ്ത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. എനിക്ക് ഫേസ്ബുക്ക് ഇല്ലപ്പോ. ഫേസ്ബുക്ക് പോയി സന്ദീപ് എടപ്പാൾ എന്ന് പറയുന്ന ഒരു പ്രൊഫൈലിൽ ഇല്ലപ്പോ, പുതിയതൊന്നും ഉണ്ടാക്കിയിട്ടുണ്ട്. ഭയങ്കര സങ്കടമാണ്. കാരണം അത്രയും ജനങ്ങൾ എനിക്ക് നഷ്ടപ്പെട്ടു പോയി. ഇനി അത് ഡിസബിൾ ആയി പോയത് കൊണ്ട് സന്തോഷം, കാരണം വേറെ ആളുകൾക്ക് മെസ്സേജും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ലല്ലോ. ഓക്കെ, അപ്പൊ പറഞ്ഞു വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഇൻസ്റ്റഗ്രാം ID അടിച്ചു മാറ്റി അത് ഹാക്ക് ചെയ്ത് പുതിയൊരു അക്കൗണ്ട് ഉണ്ടാക്കി അതുവഴിയാണ് ഇത്തരം വിദ്വേഷ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പറയാൻ പാടില്ല, ഒരിക്കലും ഒരു മനുഷ്യൻ പറയാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. അതായത് ദുരിതാശ്വാസ ക്യാമ്പിൽ കിടക്കുന്ന പെൺകുട്ടികളെ എന്റെ കൂടെ കിടക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ മോശപ്പെട്ട സാധനമാണ്. ആരാണെങ്കിലും സൈബർ സെല്ലിൽ കേസ് എടുത്തിട്ടുണ്ട്, ആരാണെങ്കിലും അയാളുടെ മുഖം പുറത്തേക്ക് വരണം. കാരണം ഒരു പാവപ്പെട്ട യുവാവിന്റെ മുഖമാണ് ഇപ്പോ പുറം ലോകത്തേക്ക് ഇട്ട് തട്ടിക്കളിക്കുന്നത്. ഇദ്ദേഹമല്ല അത് ചെയ്തത് എന്ന് എത്ര ആളുകൾ അറിഞ്ഞിട്ടുണ്ടാവും? എല്ലാവരും പറയുന്നത് റിജോ പോൾ എന്ന് പറയുന്ന ഈ മനുഷ്യനാണത് ചെയ്തത് എന്നല്ല വിചാരിക്കുന്നത്. അത് അല്ല എന്ന് മനസ്സിലാവുന്നു. പക്ഷെ ആരും എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല? ഇദ്ദേഹമല്ല അത് തിരുത്തണം, അല്ലെങ്കിൽ നിങ്ങൾ ആ വീഡിയോ അല്ലെങ്കിൽ ആ ഫോട്ടോ അത് ഡിലീറ്റ് ചെയ്യണം. ചെയ്യുന്നതിന്റെ കൂടെ തന്നെ ഒരു മാപ്പ് പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. കാരണം ഒരു ചെയ്യാത്ത തെറ്റിനെ ഒരാൾക്ക് അടി വാങ്ങരുത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വിഷയത്തിൽ എന്ത് ഊളത്തരം പറഞ്ഞ ആളാണെങ്കിൽ അവർക്ക് അടി കിട്ടുന്ന കാലത്ത് ഒരു തർക്കവും വേണ്ട. മലയാളികൾ എല്ലാവരും പണി കൊടുക്കും. ഇപ്പൊ റിനോയ്ക്ക് കിട്ടേണ്ടതായിട്ടുണ്ട്, കിട്ടിയിട്ടില്ല, ആള് മുങ്ങിക്കുകയാണ്, എവിടെ ഒന്നും അറിയില്ല, പിടിച്ചിട്ടൊന്നുമില്ല. അതുകൂടാതെ തന്നെ ഒരുപാട് ആളുകൾ ഇപ്പൊ ജോർജിനൊക്കെ നല്ല കിട്ടല് കിട്ടി. മയിൽപീലി, എന്താണ് അങ്ങയുടെ പേര്, വിജയ് മയിൽപീലി, ബാബുരാജ്, അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. എന്തൊരു കുറുപ്പ്, എന്തൊരു പിള്ള, അങ്ങനെ എന്തോ ഒരാൾ, ജോർജ് എന്തൊരു സാധനം. അപ്പൊ ഒരുപാട് ആളുകളെ ഇപ്പൊ മലയാളികൾ നല്ല പടവടച്ചിട്ട് വിട്ടുന്നത്, നല്ല അടി കൊടുത്തിട്ട് വിട്ടുന്നത്. ഇയാൾക്കും തല്ല് കിട്ടും. അത് എന്തുകൊണ്ടറിയാം? അറിയാത്ത ആളുകളുണ്ടാവും. ഇത് എഴുതാപ്പുറം ഒരു സ്ഥലം മാത്രം വായിച്ചു കൊണ്ട് പോകരുത്. അപ്പൊ ഇതിന്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാതെ നമ്മൾ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ പറയുന്ന ഇപ്പൊ ഈ ഫോട്ടോയിൽ നിങ്ങൾ കാണുന്ന ആളല്ല ഇത് ചെയ്തത്. അദ്ദേഹത്തിന് ഒരു ഫേക്ക് ID ഉണ്ടാക്കി ഏതോ ഒരു തന്തയില്ലാത്ത കഴിവേറിയുടെ മകൻ ചെയ്തതാണ് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അയാളെ പൊക്കണം, സമൂഹത്തിന്റെ മുന്നിലേക്ക് വലിച്ച് പിച്ചി ചീന്താൻ അദ്ദേഹത്തിന്റെ മുഖം, ആ ഒരു ഫോട്ടോ അത് പുറത്തേക്ക് വിടണം. കേരള പോലീസിനോടാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകളെ ഞങ്ങൾക്ക് സമൂഹത്തിൽ മാറ്റി നിർത്തണം. അതിനുവേണ്ടി മാത്രമാണ് ആരെയും തല്ലിക്കൊല്ലാനൊന്നുമല്ല, അവരെ നമുക്ക് സമൂഹത്തിൽ മാറ്റി നിർത്തുക തന്നെ വേണം. ഈ സന്ദർഭം ഉപയോഗിക്കേണ്ടത് എപ്പോഴും നമ്മുടെ കൂടെ നിൽക്കാനായിരിക്കണം. പാവപ്പെട്ട ഈ ഒരു എന്താ പറയുക ദുരന്തത്തിൽപ്പെട്ട ആളുകളുടെ കൂടെ നിൽക്കാൻ വേണ്ടിയായിരിക്കണം. അല്ലാത്ത പക്ഷം അവരെ ഒന്നും നമുക്ക് ആവശ്യമില്ല. അവരൊക്കെ മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് അവരുടെ ഫോട്ടോ പുറത്തേക്ക് വിടുക. ഈ പറയുന്ന പാവപ്പെട്ട ഈ പറയുന്ന ഈ ജോർജ് അല്ലെങ്കിൽ ഈ പോൾ എന്ന് പറയുന്ന ആളല്ല ഇത് ചെയ്തത് എന്നുള്ള കാര്യം എനിക്കും മനസ്സിലായി, എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ വീഡിയോ മറ്റുള്ള വീഡിയോ പ്രചരിക്കുന്നതിന് മുന്നേ നമ്മളൊന്ന് ഷെയർ ചെയ്യുക, എല്ലാവരിലേക്ക് എത്തിക്കുക. ഇതാണ് സത്യാവസ്ഥ എന്നൊന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ പുതിയ വാർത്തകളും വിശേഷങ്ങളൊക്കെ വരും. അതിന് മുന്നേ നിങ്ങൾ ഈ ഒരു ബെല്ലൈക്കണം ആ ഒരു സബ്സ്ക്രിപ്ഷനൊക്കെ ഒന്ന് ചെയ്താൽ വളരെ നല്ലതാവും. ഓക്കെ, അപ്പൊ ഞാൻ കഴിഞ്ഞ ഒരു കമ്മ്യൂണിറ്റി ഇട്ടിരുന്നു. എന്റെ ചാനലിന്റെ പേര് റയറിൽസ് എന്നാണ്. പല ആളുകൾക്ക് അത് ടൈപ്പ് ചെയ്യാനും കണ്ടെത്താനും ബുദ്ധിമുട്ടുണ്ടെന്നൊക്കെ കുറെ സുഹൃത്തുക്കൾ പറയുന്നു. അപ്പൊ എന്റെ പേരായ സന്ദീപ് എടപ്പാളിലേക്ക് അത് മാറ്റണം എന്ന് പല ആളുകളും പറയുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം.